പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രായം എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ ഈശോയുടെ കുഞ്ഞല്ലേ, ബിലീവ് ദിസ്. നീ ഇപ്പൊ കടന്നു പോകുന്ന ഈ ഇരുട്ടില്, നീ ഒറ്റപ്പെട്ടു പോകുന്ന ഈ രാത്രിയില്, പ്രതീക്ഷയില്ലാത്ത ഈ പകലുകളിൽ, പ്ലീസ് ബിലീവ്. നിനക്ക് വേണ്ടി ഈശോ എഴുന്നേക്കൂടാ, നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നു, നിന്നോട് കരുണ കാണിക്കും കൊച്ചെ. നിന്റെ വെറുതെ വിടാമൊന്നും പോകുന്നില്ല. നിന്നെ ഈ സങ്കടത്തിന്റെ ഈ പാട്ടുകോഴിയിലേക്ക് ഇട്ട് ഒരു കല്ലു എടുത്തു വെച്ച് നിന്നെ മൂടിക്കളയുന്നതാണ് നീ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഇത് നിന്നോട് ഇന്ന് പറയേണ്ട കാര്യമില്ലെന്ന്, നിന്റെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല. നിന്നോട് ഇത് പറഞ്ഞു തരാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നിന്റെ മുമ്പിൽ ഈശോയെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേക്കും. ചുമ്മാ കാണാൻ എഴുന്നേക്കുന്നതല്ല, കുറച്ചുകൂടെ എഴുന്നേറ്റ് നിന്നാൽ നിന്റെ സങ്കടം കാണാന്ന് വിചാരിച്ചോണ്ട് മനുഷ്യ എഴുന്നേറ്റിരിക്കുന്ന പോലെയല്ല. ഈശോ നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നത് എന്തിനെന്നറിയോ? ഹി ഹാസ് ഡിസൈഡഡ് ടു ഷോ മെഴ്സി. നിന്നോട് കരുണ കാണിക്കാൻ നിന്റെ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു കുഞ്ഞെ. പ്ലീസ് ബിലീവ്. ആ വലിയ വിശ്വാസം ഉള്ളിലോട്ട് നിറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ സങ്കടത്തിന്, ഈ കണ്ണുനീരിന്, ഈ തോൽവികൾക്കൊന്നും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മളെ അങ്ങ് തകർത്ത് കളയൊന്നും പറ്റത്തില്ല. ഇടിയും തൊഴിയൊക്കെ പിന്നെയും വരും, ഈ തിരമാലകൾ വരും, ഈ പർവ്വതങ്ങൾ വരും, ഈ ഒറ്റയ്ക്കിരുന്ന് പോകുന്ന സമയം ഈശോയുടെ പ്രിയപ്പെട്ട പക്ഷി കുഞ്ഞിന് പിന്നെയും വരും. പക്ഷെ നിന്നെ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ബോധ്യം വന്നാൽ മതി, എനിക്ക് വേണ്ടി എഴുന്നേക്കുന്ന കർത്താവ് എന്റെ മുമ്പിൽ നിന്ന് എന്നോട് കരുണ കാണിച്ച് എന്നെ ചുമ്മാ അവിടെ കടത്തുകയല്ല, എന്നെ പിടിച്ചുയർത്തി എന്നെ പണിതുയർത്തും. ഹി വിൽ ബിൽഡ് മീ അപ്പ്.